കായംകുളം കരിപ്പുഴത്തോട്ടിലും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കൈത്തോടുകളിലും മണ്ണടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. മഴക്കാലത്തിന് മുമ്പ് കരിപ്പുഴത്തോടും കൈത്തോടുകളും പൂർണ്ണമായി ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. കരിപ്പുഴത്തോടിന്റെ ഇരുവശങ്ങളിലും വൻതോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയതും കൈത്തോടുകളിലും മറ്റും ചെളിയും മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതും ഏറെക്കാലമായുള്ള ദുരിതമാണ്. വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും പേരിനു വേണ്ടി മാത്രമാണ് നടത്തുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഓഡിറ്റോറിയങ്ങളിലും വിവിധ സൽക്കാര ചടങ്ങുകളിൽ നിന്നും മറ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ, ബേക്കറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവ കരിപ്പുഴത്തോട്ടിലേക്കും കൈത്തോട്ടിലേക്കും തള്ളുന്നതും പതിവായിട്ടുണ്ട്. ദേശീയപാതയുടെ ഓടകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മണ്ണ് അടിഞ്ഞുകൂടിയതും നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. കാലവർഷം ശക്തമാകുന്നതിന് മുൻപ് അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്ത് നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് അസോസിയേഷൻ ഭാരവാഹികൾ അധികൃതരെ സമീപിക്കുകയും ചെയ്തു. RWA ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, മേഖലാ വൈസ് പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിൽ, എക്സിക്യൂട്ടീവ് അംഗം സലാഹുദ്ദീൻ തുണ്ടത്തിൽ, 38ാം വാർഡ് കൗൺസിലർ ഷഹബാനത്ത് കുഞ്ഞുമോൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനി അധികൃതരോടടക്കം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മഴക്കാലത്തിന് മുൻപ് കരിപ്പുഴത്തോടും കൈത്തോടുകളും പൂർണ്ണമായും ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും RWA ഭാരവാഹികൾ പറഞ്ഞു. എവിടൊക്കെ ബ്ലോക്കാണ്, വെള്ളം കെട്ടി പോകാതെ നിൽക്കുന്ന ഏത് ഭാഗങ്ങളുണ്ടോ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് അത് ഈ മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് കൈകാര്യം ചെയ്താൽ പിന്നെ മഴ തീർന്നു. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങുകയും പരിസരത്തുള്ള വീടുകളിലും പള്ളിയുടെ കോമ്പൗണ്ടിലും ഈ റോഡിലും എല്ലാം വലിയ രീതിയിൽ മുറ്റത്തോളം വെള്ളം പൊങ്ങുകയും അതല്ല മഴ പെയ്യുമ്പോഴുണ്ടാകുന്നുണ്ട്. അത് യാത്രക്കാർക്കും പരിസരവാസികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ ഡംപ് ചെയ്യുന്നത് കാരണം ഭയങ്കര നമസ്കരിക്കാൻ വരുന്നവർക്കും പള്ളിയിൽ വരുന്നവർക്കും പരിസരവാസികൾക്കും എല്ലാം ഉണ്ടാകുന്നു. അതിന് സത്വര നടപടികൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. കായംകുളം.